മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടി. ഋതപ്രതാപ് ബാനർജിയെ പ്രതിപക്ഷ നേതാവായി സ്പീക്കർ അംഗീകരിച്ചു. ഋതപ്രതാപ് ബാനർജിയെ പ്രതിപക്ഷ നേതാവാക്കണം എന്ന് വിമത MLA മാർ ആവശ്യപ്പെട്ടിരുന്നു. ഡി ധനസുമോദ് ചേരുകയാണ് വിവരങ്ങളുമായി. ധനസുമോദ്, ഒരുപക്ഷെ ഋതപ്രതാപ് ബാനർജിയെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നതിലൂടെ മമതാ ബാനർജിക്ക് സമീപകാലത്ത് തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാകും. എത്ര MLA മാരുടെ പിന്തുണയാണ് ഋതപ്രതയ്ക്കുള്ളത്? ഒപ്പം തന്നെ മമതാ ബാനർജി ഈ തീരുമാനത്തെ ഏത് തരത്തിൽ അംഗീകരിക്കും സുമോദ്? മഹേഷ് പോലൂർ, TMCക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് സ്പീക്കർ രവീന്ദ്ര ബോസ് എടുത്തിരിക്കുന്നത്. ഋതപ്രതാപ് ബാനർജിയെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചിരിക്കുകയാണ്. TMC MLA മാർ 60 പേർ ഒപ്പിട്ട് സമർപ്പിച്ച പിന്തുണക്കത്ത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഋതപ്രതാപ് ബാനർജിയെ ഇപ്പോൾ സ്പീക്കർ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ ചതോപാധ്യായയാണ് നേരത്തെ TMC ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവായി കത്ത് നൽകിയിരുന്നത്. പക്ഷെ അത് അംഗീകരിക്കാതെ ആ സമയത്ത് തന്നെ ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്ന പലരും വ്യാജമായിട്ടാണ് ഈ ഒപ്പിട്ടിരിക്കുന്നത്, അല്ലാതെ എല്ലാ MLA മാരുടെ ഒപ്പുകളല്ല എന്നുള്ളൊരു കാര്യം രേഖപ്പെടുത്തിയിരുന്നു. ഇതനുസരിച്ചുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ്. മറുഭാഗത്ത് ഈ ഋതപ്രതാപ് ബാനർജിയെ പുറത്താക്കിയായിരുന്നു നേരത്തെ മമതാ ബാനർജി ചെയ്തിരുന്നത്. അതായത് ആദ്യം CPM-ന്റെ രാജ്യസഭ അംഗമായിരുന്നു ഋതപ്രതാപ് ബാനർജി. അതിനുശേഷം TMC-യിൽ ചേരുകയും TMC-യുടെ സംസ്ഥാന അധ്യക്ഷനായി മാറുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വിമത ശബ്ദം ഉയർത്തി കലാപക്കൊടി ഉയർത്തിയതിനെ തുടർന്ന് ഋതപ്രതാപ് ബാനർജിയെ പുറത്താക്കിയിരുന്നു. പക്ഷേ പുറത്താക്കിയ ആ ആളെ തന്നെയാണ് വീണ്ടും TMC-യിലെ MLA-മാർ തന്നെ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 80 MLA-മാരാണുള്ളത്. 3/2 ഭൂരിപക്ഷം എന്നത് 53 അംഗങ്ങളുടെ പിന്തുണയായിരുന്നു വേണ്ടിയിരുന്നത്. പകരം 60 അംഗങ്ങളുടെ പിന്തുണയാണ് ഇപ്പോൾ ഋതപ്രതാപ് ബാനർജിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുകയും സ്പീക്കർ അംഗീകരിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് മമതാ ബാനർജിക്കോ അല്ലെങ്കിൽ അഭിഷേക് ബാനർജിക്കോ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അഭിഷേക് ബാനർജിയുടെ വീടിൽ ഇപ്പോൾ ED റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അവിടെ ED-യുടെ റെയ്ഡ് അവിടെ നടക്കുന്നു അഭിഷേക് ബാനർജിയുടെ വീട്ടിൽ. അതോടൊപ്പം തന്നെ മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടി. ഋതപ്രതാപ് ബാനർജി അവിടെ പ്രതിപക്ഷ നേതാവ്. വളരെ പ്രധാന